ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഉഷാറോടെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ന് റെഗുലർ ക്ലാസ് അല്ല, നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിന് തന്നെ ഹോസ്പിറ്റലായിട്ടുള്ള ലിസി ഹോസ്പിറ്റലിൽ ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. 8th ബ്രെയിൻ ട്യൂമറിയാണ്. അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ 7th പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ 8 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം 9 മണിക്ക് പരിപാടി തുടങ്ങും. രാവിലെ തന്നെ എണീറ്റ് നമ്മളുടെ കടയിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് കയറിയിട്ടുണ്ടായിരുന്നു. ബസ് കയറി നമ്മൾ കലൂരിൽ ഇറങ്ങേണ്ടത്. അങ്ങനെ ഈ കലൂരിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു നീണ്ടൊരു കാത്തിരിപ്പായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞാൻ 8 മണിയായപ്പോഴേക്കും എത്തിയെങ്കിലും അവരെത്തിയപ്പോൾ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. കാര്യം അവർ ഏതോ ലോകത്തെത്തിയിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ മാറി കയറിയിട്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല മാലകന്മാരെ പോലെ വൈറ്റും ബ്ലൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വൈറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഈ ഒരു സ്പീച്ചും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗായിരുന്നു. പ്രസംഗമൊക്കെ കഴിയാൻ കുറേ നേരെടുത്ത്. അവയർനെസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയിട്ടായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സ്കിറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമായിരുന്നു ആ ടൈം കൊണ്ട്. നല്ല ലാഗായിരുന്നു. കാര്യം സ്പീച്ച് കഴിയാനായിട്ട് 9:34 സ്പീച്ചൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ലിസി ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. കാര്യം നോർമൽ പീപ്പിൾസിനും എല്ലാത്തിനും ഒരു അവയർനെസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റിസപ്ഷനിൽ പരിപാടി നടത്തുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലും പരിപാടി അവതരിപ്പിച്ചായിരുന്നു. കാര്യം ഭംഗിയായിട്ട് വീഡിയോ കിട്ടാനായിട്ട്. ഇത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച അമ്മയുടെയും മോളുടെയും ഡാൻസാണ്. ഓക്കെ, അങ്ങനെ ഇതൊക്കെയാണ്, ഇത്ര പേര് വെച്ചിട്ടാണ് നമ്മൾ സ്കിറ്റും ഡാൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ കളിച്ചിട്ടുള്ള ഡാൻസ് ഒരാഴ്ച കൂടി കളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് കഴിക്കൽ ഒരിക്കലും ആരും മറക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി ഷട്ടർ ക്ലോസ്ഡ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് പോകണം. കാര്യം നമുക്ക് രാവിലെ മുതൽ ഉച്ച വരെയുള്ള അറ്റൻഡൻസേ തരുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള അറ്റൻഡൻസ് നമ്മൾ തന്നെ പോയി കിട്ടണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.